ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാത്രമല്ല അമ്മയ്ക്ക് ഇവിടുന്ന് നല്ല പരിചയവുമില്ല. ഇങ്ങെടുക്ക്, മാർക്കറ്റിൽ ഞാൻ പോയിട്ട് വരാം. വേണ്ട, അമ്മ തന്നെ പോവും. നീ കൂട്ടും പോണ്ട. മേലനങ്ങി വിയർത്താലേ തള്ളയുടെ അഹങ്കാരം ഒന്ന് കുറയത്തുള്ളൂ. ജഗ, നിനക്ക് അത്യാവശ്യമാണെങ്കിൽ നീ പോയിക്കോ. വന്ദന ഇവിടെ നിൽക്കട്ടെ. ശാസ്ത്രീയ വിധിപ്രകാരമുള്ള കാര്യങ്ങളാണ് പറയുന്നതെങ്കിൽ വന്ദനയെങ്കിലും അത് കേട്ടിരിക്കണമല്ലോ. വന്ദനയുടെ ഇഷ്ടം പോലെ അയക്കും. അമ്മയുടെ അഭിപ്രായമല്ലേ, ഞാനതിനെ ധിക്കരിക്കുന്നില്ല. ശരി, എന്താ ഞങ്ങൾ ഇറങ്ങാം. അമ്മേ, വാ മോളെ. എന്താ ധിക്കാരം? ജഗൻ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല, ആകെ മാറിപ്പോയി. മാറ്റിയെടുത്തതാടി. അത് പെണ്ണുങ്ങളുടെ മിടുക്ക. സുമലതേ, ഒരു ശുഭകാര്യം നടക്കുമ്പോ കല്ലുകടി ഉണ്ടാകുന്നത് ശുഭലക്ഷണമല്ല. ഇന്നിനി ആരൂടം വെക്കണോ? താൻ തന്റെ തൊഴിൽ ചെയ്യടോ ജോത്സരെ. എത്രയോ കാലം കൂടിയാ മോളെ ഇങ്ങനൊരു ഗെറ്റ് ടുഗദറിന് അവസരം ഉണ്ടായത്. ക്ലാസ് കട്ടിയലും പഠിത്ത ഉഴപ്പും സപ്ലി എഴുത്തും ചില പ്രേമമൊക്കെ ആയി കോളേജ് ലൈഫ് കടന്നുപോയതേ അറിഞ്ഞില്ല. എന്തായാലും ഈ കൂടിക്കാഴ്ച എന്നും ഓർത്തു വെക്കാനുള്ള ഒരു അനുഭവമായല്ലോ. എടി, വെറുതെ തള്ളു പറയല്ലേ. വേണ്ടത്ര പ്രീ പ്ലാനിങ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ ശരിക്കും ട്രീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഏയ്, ഈ കൂടിച്ചേരലിന് ഒരു പ്രത്യേക വൈബ് ഉണ്ടായിരുന്നു. ഇനി അടുത്ത കൂടിച്ചേരൽ നമുക്ക് സൂപ്പർ വൈബാക്കി കളയാം. പ്രധാന സംഘാടകൻ ഞാൻ തന്നെയാ. ഹരിതേ, ഒരു കാര്യത്തിൽ നീ ഭാഗ്യവതിയാ. നിന്റെ കെട്ടിയോൻ ഞങ്ങൾ ഉദ്ദേശിച്ച ആളല്ല. സൂപ്പർ റൊമാൻറ്റിക്കാ. അല്ലെങ്കിൽ പിന്നെ ഹരിതയെ പോലൊരു ചാൻസി റാണെ വളച്ചെടുക്കാൻ പറ്റുമോ? ആ പിന്നെ മൂന്നാറിൽ എന്റെ പപ്പയ്ക്ക് ഒരു ബംഗ്ലാവ് ഉണ്ട്, പാരഡൈസ്. അടുത്ത ഗെറ്റ് ടുഗദർ നമുക്ക് അവിടെ വെച്ചാകാം. വിളിച്ചു. എന്നാ ഞങ്ങൾ ഇറങ്ങാം. ഓക്കേടാ. പിന്നെ ഹരിതേ, ഇവിടെ ഞങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടാത്തൊരു കാര്യം കൂടെ ഉണ്ടായി. നിന്റെ അമ്മായിയമ്മയെ നേരത്തെ പരിചയപ്പെടുത്താതിരുന്നത് മോശമായി പോയി. നല്ല വിദ്യാഭ്യാസവും വിവരവും സംസ്കാരമുള്ള അമ്മയെ പരിചയപ്പെടുത്താനുള്ള സാമാന്യ മര്യാദ മനോജും കാണിച്ചില്ല. വേലക്കാരിയാണെന്ന് തെറ്റിദ്ധരിച്ച് തല്ലാൻ വരെ നോക്കിയില്ലേ? തല്ലിയിരുന്നെങ്കിലേ അത് പിന്നെ പാപമായി പോയേനെ. സോറി, അതെന്റെ മിസ്റ്റേക്കാ. നിങ്ങളെയൊക്കെ കണ്ടതിന്റെ സന്തോഷത്തില് ഞാൻ അമ്മയെ പരിചയപ്പെടുത്താൻ മറന്നുപോയി. അല്ലാതെ മനഃപൂർവ്വമൊന്നുമല്ല. എന്ത് സാഹചര്യത്തിലായാലും മറക്കാൻ പാടില്ലാത്തത് മറക്കരുത്. സോറി. പോട്ടെ, അമ്മായിയമ്മയുടെ കാര്യത്തില് നീ ഭാഗ്യവതിയാ. എന്ത് സ്റ്റാൻഡേർഡാ അമ്മയ്ക്ക്. ഇംഗ്ലീഷിലൊക്കെ എന്ത് ഫ്ലുവൻസിയാ. റോയൽ ബ്ലഡിന്റെ ഗുണം പൂർണ്ണമായിട്ടും കിട്ടിയിട്ടുണ്ട്. എന്നാ ശരി, ഞങ്ങൾ ഇറങ്ങട്ടെ. ശരി, ബൈ. എന്നാ ശരി. എന്നാ ബൈ. ബൈ. എടാ ബൈ. ബൈ. കേട്ടില്ലേ, ഫ്രണ്ട്സിന്റെ മുമ്പിൽ വല്ലാതെ നാണം കിട്ടേണ്ടി വന്നു. നശിച്ചൊരു അമ്മായിയമ്മ കാരണം. ഫ്രണ്ട്സ് ഒക്കെ പോയോ? എന്താ ഇനി അവരുടെ മുമ്പിൽ ഇംഗ്ലീഷിൽ സംസാരിച്ച് ഷോ നടത്താൻ വേണ്ടിട്ടാണോ? എന്നെ അപമാനിച്ച് ഇനി മതിയായില്ലേ നിങ്ങക്ക്? എന്റെ വീട്ടിൽ വന്ന് എന്റെ ഔദാര്യത്തിൽ കഴിഞ്ഞിട്ട് കൂട്ടുകാരുടെ മുമ്പിൽ ആള് ചമയാൻ എന്തൊരു ഉത്സാഹമാ. എന്റെ കൂട്ടുകാരുടെ മുമ്പിൽ ആള് ചമയാൻ നിങ്ങൾക്ക് എന്താ യോഗ്യത? പൊങ്ങച്ചൻ കാണിച്ചതൊന്നുമല്ല മോളെ. ഇംഗ്ലീഷിൽ ആക്ഷേപിച്ചപ്പോ അതേ നാണയത്തിൽ തന്നെ തിരിച്ചടി കൊടുക്കണമെന്ന് തോന്നി.
കുടുംബത്തിൽ പിറന്നതിന്റെ ആത്മാഭിമാനം കൊണ്ടാ. നിർത്ത്. ഒരാത്മാഭിമാനം അതുണ്ടായിരുന്നെങ്കിലേ ഇവിടെ വന്നിങ്ങനെ കിടക്കുമായിരുന്നോ? ഹരിതേ, നീ ഒന്ന് മതിയാക്ക്. അമ്മ കാണിച്ചത് അവിവേകാണെങ്കിൽ ഞാനതിന് മാപ്പ് ചോദിക്കാം. അങ്ങനെ മാപ്പ് ചോദിച്ച് ഒതുക്കാനൊന്നും നോക്കണ്ട. എന്റെ ഫ്രണ്ട്സിന്റെ മുമ്പിൽ എന്നെ തരം താഴ്ത്തിയ ഈ തള്ള അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. അടുക്കള പണിയൊക്കെ ഇനി മതി. മാർക്കറ്റിൽ പോയി പച്ചക്കറിയും മീനും ഒക്കെ വാങ്ങാനുണ്ട്. ഹരിതേ, ഹരിതേ, അമ്മ ഇതുവരെ മാർക്കറ്റിലൊന്നും പോയിട്ടില്ല. മാത്രമല്ല അമ്മയ്ക്ക് ഇവിടെ നിന്ന് നല്ല പരിചയവുമില്ല. ഇങ്ങെടുക്ക്, മാർക്കറ്റിൽ ഞാൻ പോയിട്ട് വരാം. വേണ്ട, അമ്മ തന്നെ പോവും. നീ കൂട്ടും പോണ്ട. മേലനങ്ങി വിയർത്താലേ തള്ളയുടെ അഹങ്കാരം ഒന്ന് കുറയത്തുള്ളൂ. ഹരിതേ, അമ്മേ, ഒന്നും പറയണ്ട, ഞാൻ പൊയ്ക്കോളാം. അനുസരിക്കാൻ വിധിക്കപ്പെട്ടവള് അനുസരിക്കണം. അമ്മേ, അത് മനോജ്, ഇതിനെ ചൊല്ലി ഒരു തർക്കം വേണ്ട. ഞാൻ മാർക്കറ്റിൽ പൊയ്ക്കോളാം. മനോജേ, ആ കാട്ടിത്തന്ന ഫലം പറയാലോ. പറയാലോ, അതിനല്ലേ ജോത്സ്യനെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ജഗന് കടുത്ത മൃത്യുദോഷമുണ്ട്. പ്രശ്നവശാൽ കാണുന്ന ദോഷഫലങ്ങളാണ് പറഞ്ഞത്. മൃത്യു ഭവിക്കേണ്ടതായ ഒരു സംഭവം അടുത്ത കാലത്ത് തന്നെ നടന്നു. പക്ഷേ അത് ജഗന് പോലും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. മാനത്തെ കൊട്ടാരം